പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ദൈവഭാഗ്യം ദൈവത്തോട് നന്ദി പറയാനും കർത്താവ് നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിന്, നല്ല അവസരത്തിനായി പ്രാർത്ഥനയോടുകൂടി കർത്താവിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് വേഴ്സ് 3 ചാപ്റ്റർ 3 വേഴ്സ് 8 ആണ് വായിച്ചു കേട്ടത്. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്, അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്, അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇത് അപ്പോസ്തല പ്രവൃത്തി 3 ആകുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ അകത്തെ പശ്ചാത്തലം ഏകദേശം ബൈബിളായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോടുകൂടി ദേവാലയത്തിൽ കടന്നു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കുള്ള ഒരുവൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഏകദേശം 40ഓളം വയസ്സുണ്ടെന്ന് പിന്നീട് എഴുതിയിട്ടുണ്ട്. അവനിങ്ങനെ അവന് നടന്നു പോകുന്ന എല്ലാവരോടും ഭിക്ഷ യാചിച്ചുകൊണ്ടായിരുന്നേ. അങ്ങനെ 3-ാം മണി നേരത്തും പത്രോസും യോഹന്നാനും വരികയാണ്. അപ്പൊ ഈ പത്രോസിനോടും യോഹന്നാനോടും അവർ വല്ലതും തരണം, അതാണ് ഭിക്ഷ യാചിക്കുന്നത്, വല്ലതും തരണേ എന്ന് അപേക്ഷിച്ചു. പത്രോസ് യോഹന്നാൻ നിന്നു, ഞങ്ങളെ നോക്കുവീൻ എന്ന് പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ അവരെ ഉറ്റുനോക്കി. എന്നാൽ പത്രോസും യോഹന്നാനും അവനോട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലുകളും പാദങ്ങളും ബലം പ്രാപിച്ചു. പിന്നെയാണ് വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ കുതിച്ചെഴുന്നേറ്റു അവരോടുകൂടെ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി ദേവാലയത്തിനകത്ത് കടന്നു. 1-2 കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പറയാം. ഒന്ന്, പത്രോസിനൊരു ദൗത്യം ഇതിനകത്തുണ്ട്, യോഹന്നാനൊരു ദൗത്യമുണ്ട്. ഒരുപക്ഷെ യേശു ഈ ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ കൂടെ പലപ്പോഴും കടന്നുപോയപ്പോൾ ഇയാളെ കാണാതെ പോവുകയോ, അല്ലെങ്കിൽ ഇയാള് കണ്ടുമുട്ടൽ ഒരു കൺഫ്രണ്ടേഷൻ യേശുവുമായിട്ട് ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. ഉണ്ടെങ്കിൽ യേശു കണ്ടവരെല്ലാം സുഖപ്പെടുത്തിയിട്ടുണ്ട്. 1. 2, 40 വയസ്സുള്ളവനാ. അപ്പൊ പത്രോസും യോഹന്നാനും ഒരു ദൗത്യം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ടുമുട്ടൽ യാദൃശ്ചികമാണോ? എത്ര പ്രാവശ്യം എത്ര ശിഷ്യന്മാര് അതില് പോയിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ആ ദിവസം ആ മുടന്തന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ദിവസമാണ്. കുഞ്ഞ് ഒരുപാടിടത്ത് മുട്ടിയും തട്ടിയും ഒത്തിരി പേരുടെ സൗഖ്യം കേട്ടിട്ടും ഒത്തിരി പേരുടെ വിടുതൽ കേട്ടിട്ടും നീ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരു വിടുതൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോണ്ട് ഗീവ് അപ്പ്, ഉപേക്ഷിച്ച് കളയല്ലേ. ഈ ദിവസം ഒരുപക്ഷെ നിന്റെ ആയിരിക്കും. ഈ സന്ദേശം കേൾക്കുന്ന ഇന്നത്തെ ദിവസം കുഞ്ഞെ നിനക്ക് വേണ്ടിയുള്ള ഒരു ദിവസമായിരിക്കും, നിനക്ക് വേണ്ടിയുള്ള ദിവസമായിരിക്കും. ഈ ദിവസം നീ കേൾക്കുന്ന സന്ദേശം നിന്നെ ജീവിപ്പിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിന്നെ മുടന്തൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതായിരിക്കും. കുതിച്ചെഴുന്നേറ്റു എന്ന് വായിക്കുന്നത് പോലെ നിനക്ക് കുതിച്ചെഴുന്നേക്കാനുള്ള ഒരു ദിവസമായിരിക്കും. പിറവിയിലെ മുടന്തനായ മനുഷ്യൻ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവൻ, ഇനി ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്തവൻ, ഒരു ദിവസം അതിനു വേണ്ടി വെച്ചിരുന്നു കുതിച്ചെഴുന്നേറ്റു. ആ വാക്ക് കേട്ടോ, കുതിച്ചെഴുന്നേറ്റു. കുഞ്ഞെ, നിനക്ക് കുതിച്ചെഴുന്നേക്കാൻ ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്. നിനക്ക് കുതിച്ചെഴുന്നേക്കാൻ തമ്പുരാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. യെസ്, അന്നത്തെ ആ ദിവസം ആ മുടന്തന് വേണ്ടിയുള്ളതാ. അവൻ കുതിച്ചെഴുന്നേറ്റു, ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ കണ്ടു നിന്നവരൊക്കെ നോക്കുമ്പം ഒരുത്തൻ ചാടി തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും മര്യാദക്കൊക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റൈലിലൊക്കെ നിന്ന് സാവധാനം കൈയൊക്കെ അടിച്ച് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുവൻ ഇതേ ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക.
അവന്റെ അടുത്ത് ചെന്നൊന്ന് അന്വേഷിച്ചപ്പോഴാണ് കണ്ടേ, അവനാ മുമ്പേ അവിടെ ഇരുന്നിരുന്ന മുടന്തൻ. മറ്റുള്ളവരൊക്കെ അനങ്ങി അനങ്ങി അനങ്ങിയൊക്കെ നിൽക്കുമ്പോൾ ഒരുത്തൻ ചാടിത്തുള്ളി ദൈവത്തെ ആരാധിക്കുന്നു, ചാടിത്തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവനോട് നീ എന്തിനാ ഈ ചാടുന്നേ? അവൻ പറയും, നിങ്ങൾക്കറിയത്തില്ല അതിൻ്റെ വില, ഈ ചാട്ടത്തിൻ്റെ വില നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾക്കൊക്കെ ജന്മനാ കാലുകൾ ഉണ്ടായിരുന്നു, നടക്കുകയും ചാടുകയും ഒക്കെ ചെയ്തത് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുടന്തനായി ജനിച്ച എനിക്ക് മുടന്തനായി തീരുമെന്ന് വിചാരിച്ച, ഈ മുടന്തും ഭിക്ഷയുമായി ഞാൻ അവസാനിക്കുമെന്ന് വിചാരിച്ച, എൻ്റെ കാലിൻ്റെ നരിയാണികളെ ഉറപ്പിച്ചു തന്ന ആ നസ്രയനായ യേശുവിനെ എനിക്ക് പുകഴ്ത്താതിരിക്കാൻ പറ്റുകയില്ല. കുഞ്ഞേ, എല്ലാവരും അല്ല മാതൃക. നിനക്ക് നീയാ മാതൃക. നിനക്ക് നീയും ദൈവമായിട്ടാ ബന്ധം. എല്ലാവരും ആരാധിക്കുന്നില്ല, നിന്റെ കാര്യമല്ല. നീയും ദൈവമായിട്ട് ബന്ധം. നീ ഒന്ന് മാറി നിന്നേ. നിനക്ക് ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്താൽ നിനക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരു പുകഴ്ത്തൽ, ദൈവത്തെ സ്തുതിക്കൽ. ഹല്ലേലൂയ. വ്യത്യസ്തനായ ഒരുവൻ ദൈവത്തെ സ്തുതിക്കുക, അവനവന്റെ സാക്ഷ്യം പറയും. ഈ മുടന്തനായ മനുഷ്യൻ ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിച്ചത് മാത്രമല്ല, അവൻ ആലയത്തിനകത്ത് കിടന്നു. ആലയത്തെ സംബന്ധിച്ചൊരു നിയമമുണ്ട്. മുടന്തനും കുരുടനും അംഗവിഹീനനും ആലയത്തിനകത്ത് കടക്കാൻ പാടില്ല. അത് യഹൂദന്റെ നിയമമാണ്, ന്യായപ്രമാണമാണ്. ഇന്നും ആലയത്തിനകത്തേക്ക് നോക്കി എല്ലാവരും ആലയത്തിൽ പോകുന്നത് കണ്ട് സന്തോഷിച്ച ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആലയത്തിൽ പോകാൻ തനിക്ക് വിധിച്ചിട്ടില്ല, തനിക്ക് സാധിക്കില്ലെന്ന് വിചാരിച്ചു ഈ മനുഷ്യൻ ചാടിയും തുള്ളിയും ദേവാലയത്തിനകത്ത് ആരാധിക്കുക, പുകഴ്ത്തിയ ദൈവത്തെ ചാടി തുള്ളി പുകഴ്ത്തുക. കാര്യം, ആലയത്തിനകത്ത് അവസരമില്ലെന്ന് വിചാരിച്ച, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച ആലയത്തിനകത്തേക്ക് കടക്കാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുക. കുഞ്ഞെ, നിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടെടുത്ത്, നിനക്കൊക്കുന്നില്ലെന്ന് വിചാരിക്കുന്നിടത്ത്, നിനക്ക് പറ്റുകയില്ലെന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം ഇറക്കി വരിക നിനക്ക് വേണ്ടി. നീ ദൈവത്തിനായിട്ട് കാത്തിരിക്കോ, ഉപേക്ഷിച്ച് കളയല്ലേ, കർത്താവിനായിട്ട് കാത്തിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മാത്രം ഈ മുടന്തന് കിട്ടിയ സൗഖ്യം താൽക്കാലികമാണ്. അവൻ പിന്നീട് മരണപ്പെടും. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്. പിന്നത്തേത് കാണാം, അവൻ യേശുവിനെ തിരിച്ചറിയുന്നുണ്ട്. യേശുവിൻ്റെ പേരിലുള്ള സൗഖ്യം അറിയുന്നു. യേശുവിൻ്റെ പേരിൽ പള്ളി ഭ്രഷ്ടനാക്കിയാൽ പോലും അവൻ്റെ പ്രശ്നമല്ല. കാരണം യേശുവിൻ്റെ പേരില സൗഖ്യം. യേശുവിനെ, നസറേനായ യേശുവിനെ, ദൈവത്തനായ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനെ വിശ്വസിക്കുന്നു. അമ്മയപ്പന്മാർ തള്ളി പറഞ്ഞിട്ട് പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവരോട് ചോദിക്കുക ഇല്ല. അവൻ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് നസറേനായ യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും അറിയാം. കുഞ്ഞെ, ഇവിടെ മാത്രമല്ല, ഈ സൗഖ്യങ്ങളും ഈ വിടുതലും ഈ രോഗസൗഖ്യവും ഈ ഫൈനാൻഷ്യൽ ക്രൈസിസും ഒക്കെ മാറുമ്പോൾ നീ മറക്കരുത്, നിന്നെ നിത്യത വരെ എത്തിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവകൃപ, നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവകൃപ. അതുകൂടെ അതാണ് ഇതിന്റെ പരമപ്രധാനമായ കാര്യം. ഈ സൗഖ്യമല്ല കാര്യം, ഇവിടുത്തെ വിടുതലും ഇവിടെ വാതിൽ തുറക്കുന്നതും ഇവിടുത്തെ അഡ്മിഷനും ഒന്നും അല്ല കുഞ്ഞേ കാര്യം. ഇതിനപ്പുറത്ത് ഈ മുടന്തൻ ചാടി തുള്ളി ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു ആരാധന, അത് അവൻ കാണുക ആത്മാവിൽ. ഇത് ആ നിത്യതയൊന്ന് കണ്ടുകൊണ്ട് എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ സാന്നിധ്യത്തിലേക്ക് ദൈവജനത്തെ മറയ്ക്കുന്നു. ചാടിയും തുള്ളിയും ആരാധിക്കുന്ന ഒരുവന് വ്യത്യസ്തമായ അനുഭവമുള്ളതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ആ വ്യത്യസ്തമായ അനുഭവത്തിൽ കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പ സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തോടുകൂടെ അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. നിത്യതയിലെത്തുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്ന നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളിൽ തിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവത്തോടും നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.